രാംകുമാർ സാർ, എന്തുകൊണ്ട് ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? നേരത്തെ നോക്കൂ, ഈ ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്നാണല്ലോ പറയുന്നത്. അവരുടെ ഫ്ലക്സ് അത് ആനപ്പുറത്തേറ്റി നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നും കേസ് കൊടുത്തിരുന്നു, ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തില്ല. മാത്രമല്ല, ഇതുപോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സമസ്തയുടെ ഭാഗത്തു നിന്നാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നാവട്ടെ, SDPIയുടെ ഭാഗത്തു നിന്നാവട്ടെ. പക്ഷേ എന്തുകൊണ്ട് നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല? ആ ഉണ്ടാവാത്തത് തന്നെയല്ലേ ഇവർക്ക് വീണ്ടും വീണ്ടും പ്രചോദനമേകുന്നത്? അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണ്. സർക്കാരിനെ എതിർക്കുന്നതോ വിമർശിക്കുന്നതോ നിശിതമായ ഭാഷയിൽ ആക്രമിക്കുന്നതോ ഈ രാജ്യത്ത് അനുവദനീയമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ നിലനിൽപ്പും രാജ്യസ്നേഹത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ അത് പ്രത്യേക രീതിയിൽ കാണണം. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. പക്ഷേ ഈ ലേഖനം വായിച്ചാൽ വളരെ ശ്രദ്ധിച്ച് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നകന്ന് ഒരു കാരണവശാലും നിയമപരമായൊരു നടപടി നേരിടുന്നതിലുള്ള വൈമുഖ്യം പ്രകടമാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ ലേഖനമാണ്. ഉദാഹരണത്തിന്, മതഭീകരതയെക്കുറിച്ച് ഒരൊറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഈ പഹൽഗാം പ്രശ്നവും ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ വിമാനങ്ങൾ പാകിസ്ഥാനിലെ ഭീകര സംഘം തകർത്തതിൻ്റെ ഒക്കെ പിന്നിൽ ഉള്ള ലക്ഷ്യം മതഭീകരതയെ തകർക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും സമസ്ത പോലെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ജിഹ്വയായ ഒരു പത്രം സംസാരിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം സൂചനാർഹമാണ്. കാരണം മതഭീകരത മോശമാണ്, അത് ഇസ്ലാം വിരുദ്ധമാണ്. OWC ധൈര്യമായിട്ട് പറഞ്ഞല്ലോ, ഇസ്ലാം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇസ്ലാമിൽ ഭീകരത ഇല്ല, ഭീകരത അനിസ്ലാമികമാണ് എന്ന് അദ്ദേഹം ഈ നമ്മുടെ വിദേശ സംഘത്തിലെ അംഗമാകുന്നതിന് മുമ്പ് ഹൈദരാബാദിൽ വെച്ച് പരസ്യമായി പറഞ്ഞല്ലോ. ആ ഒരു നിലപാട് എന്തുകൊണ്ട് സമസ്ത എടുക്കുന്നില്ല? സമസ്തയുടെ നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ അമിതമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, അവരുടെ മതപരമായ കാര്യങ്ങൾക്ക് പരിരക്ഷയുണ്ട്, സംരക്ഷണമുണ്ട്, പ്രത്യേക പരിഗണനയുണ്ട്. എന്നിട്ടും മതഭീകരതയെക്കുറിച്ച്, ഇസ്രയേലിനെ കുറിച്ച് പ്രത്യേകം പരാമർശമുണ്ട്, പക്ഷേ ഹമാസിനെ കുറിച്ച് പരാമർശമില്ല. ചൈനയെക്കുറിച്ച് പരാമർശമുണ്ട്, പക്ഷേ തുർക്കിയെക്കുറിച്ച് പരാമർശമില്ല. തുർക്കിയും സമസ്തയ്ക്കും പൊതു താല്പര്യങ്ങളുണ്ട്. തുർക്കിയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. ഖിലാഫത്ത് നമ്മുടെ കേരളത്തിൽ വന്നത് തുർക്കിയിൽ നിന്നാണ്. ആ തുർക്കിയാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന ഭീകരവാദ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു, പരസ്യമായി അവരെ സഹായിക്കുന്നു, മറ്റു രാജ്യങ്ങളൊക്കെ വിട്ടുനിന്നു. അമേരിക്ക വരെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുപോലെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല എന്നുള്ള പ്രത്യേകം സൂചനാർഹമാണ്. ഇത്രയൊക്കെ ആയിട്ടും സമസ്ത പോലെയുള്ള ഒരു സംഘടന ഭീകരവാദത്തെ എന്തുകൊണ്ട് എതിർത്തുകൊണ്ട് ഒരു വരിയെങ്കിലും എഴുതുന്നില്ല? കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കുന്നതെന്നാണ് അവകാശവാദം. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ഒരിക്കലും അക്രമമോ ഇതോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗമായി ചുരുങ്ങിയ ഒരു വിഭാഗമുണ്ട്. അതാണ് നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ ആലപ്പുഴയിലും കാസർഗോഡ് അമ്പലനടയിൽ കെട്ടിത്തൂക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ. ആ പ്രവണത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ഒരു ചെറിയ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. സാധാരണ മുസ്ലിം ജനസാമാന്യം ഇത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ധാരണ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണങ്ങളില്ല.
അപ്പം ആ കാഴ്ചപ്പാട് പൊതുജനം അംഗീകരിക്കും എന്നൊരു സ്ഥിതി വരുമ്പോഴാണ് സമസ്തയ്ക്ക് സഖികെടുന്നത്. അപ്പോൾ കൈവിട്ടു പോയത് വീണ്ടും തിരിച്ചെടുക്കണം എന്ന ആക്രാന്തത്തിലാണ് ഇത്തരം ലേഖനങ്ങൾ എഴുതുന്നത്. ഇത് ആലപ്പുഴയിലോ കാസർഗോട്ടൊക്കെ ഇട്ട മുദ്രാവാക്യത്തിൻ്റെ അതേ ആശയത്തിൻ്റെ പ്രതിഫലനമാണ്. അവരുടെ ടാർഗറ്റ് നരേന്ദ്രമോദിയാണ്. രാജ്യസ്നേഹമോ മതസ്നേഹമോ മതവിഭാഗത്തിൻ്റെ താല്പര്യമോ അല്ല. ശത്രുവിനെ അലോസരപ്പെടുത്താൻ എന്തെഴുതണം എന്ന് ലക്ഷ്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രത്യേക താല്പര്യത്തോടുകൂടി എഴുതിയ ലേഖനമാണിത്. ആ ലേഖനം അങ്ങേയറ്റം ആക്ഷേപകരമാണ്. നിയമത്തിൻ്റെ പരിധിയിൽ അത് വരുമോ എന്നുള്ളത് വളരെ സംശയമാണ്. കാരണം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യദ്രോഹപരമാണ് എന്ന് പ്രഥമദൃഷ്ട്യ പറയാതിരിക്കാനുള്ള കരുതലുകൾ ആ ലേഖനത്തിൻ്റെ ഓരോ വരിയിലും പ്രതിഫലിക്കുന്നുണ്ട്. അവിടെയാണ് അവരുടെ മിടുക്ക്. മൊത്തത്തിലുള്ള അല്ല, മൊത്തത്തിൽ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് ഇത് ഭാരതത്തിന് എതിരാണ് എന്ന് തന്നെയല്ലേ? ഈ ലേഖനത്തിൽ എന്താണ് എഴുതിയയാൾ ഉദ്ദേശിക്കുന്നത്? അത് ദേശവിരുദ്ധം എന്ന് തന്നെയല്ലേ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും അങ്ങനത്തെ വാക്കുകൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. രാജ്യം ഒറ്റപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ത്യ ഒഴിച്ച് മറ്റൊരു രാജ്യവും നമ്മളെ സഹായിക്കാനുണ്ടായില്ല പഹൽഗാം വിഷയത്തിൽ തിരിച്ചടിക്ക് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അത് തീരെ തെറ്റല്ലേ? നമ്മുടെ വിദേശ സംഘങ്ങൾ പോയ എല്ലാ രാജ്യങ്ങളും പരസ്യമായി ഭീകരവിരുദ്ധയ്ക്ക് ഭാരതമെടുക്കുന്ന നടപടികളെ പൂർണ്ണമായും സഹായിച്ചിട്ടുണ്ട്. 2 അപവാദങ്ങൾ ചൈനയും തുർക്കിയും മാത്രമാണ്. ഇറാൻ വരെ പിന്മാറി. ഇറാൻ വരെ ഭീകരവാദത്തിന് സഹായിക്കാതെ മധ്യസ്ഥതയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ ആരും പാകിസ്ഥാനെ സഹായിച്ചില്ല. അപ്പം നമ്മുടെ രാജ്യം ഒറ്റപ്പെട്ടു എന്ന സമസ്ത മുഖപത്രത്തിൻ്റെ അവകാശവാദം തികച്ചും തെറ്റാണ്, രാജ്യദ്രോഹപരമാണ്, നഗ്നമായ ദേശദ്രോഹമാണ്.